ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. അങ്ങനെ നമ്മുടെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണ് നമുക്ക് വെക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അമ്മയുടെയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വെക്കേണ്ടത്, അമ്മയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകണ്ടേ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കൊണ്ടുപോകേണ്ടത് ആധാർ കാർഡാണ്. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീയുടെയും പിന്നെ ആളുടെ ഹസ്ബൻഡിൻ്റെയും ആധാർ കാർഡ് നമ്മൾ കൊണ്ടുപോകണം. ആധാർ കാർഡ് എന്തിനാ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവിടെ ആധാർ കാർഡ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അമ്മയുടെയും അപ്പൻ്റെയും ആധാർ കാർഡ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആധാർ കാർഡ് പറഞ്ഞത്. പിന്നെ അമ്മയുടെ മെഡിക്കൽ റെക്കോർഡ്സ് കൊണ്ടുപോകണം. അതായത് ഇതുവരെയുള്ള സ്കാൻ റിപ്പോർട്ട് അങ്ങനത്തെ എല്ലാത്തിൻ്റെയും റെക്കോർഡുകൾ നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ കാർഡോ അല്ലെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സോ എന്തെങ്കിലും കൊണ്ടുപോകണം. പിന്നെ ഫോണും അതിൻ്റെ ചാർജറും. പിന്നെ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ ക്യാഷ് ആയിട്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറക്കാണ്ട് എടുത്തു വയ്ക്കാം. പിന്നെ ഇനി അമ്മയുടെ ടോയ്ലറ്ററീസ് അല്ലെങ്കിൽ പേഴ്സണൽ ഐറ്റംസ് എന്ന് പറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഹെയർ ഉണ്ടാവും. അപ്പോൾ ഹെയർ കെട്ടാനായിട്ട് 2 ബുഷ് എടുത്ത് വയ്ക്കണം. അതായത് ഡെലിവറിക്ക് റൂമിലേക്ക് കയറുന്ന സമയത്ത് 2 സൈഡിലും മെടങ്ങിടുക അല്ലെങ്കിൽ പിന്നിടുക എന്ന് പറയും. അങ്ങനെ ഇട്ടിട്ടാണ് നോർമലി നമ്മൾ കയറുക. അപ്പോൾ അതുകൊണ്ട് 2 ചെറിയ ബുഷ് എടുത്ത് വയ്ക്കുക. പിന്നെ ചീപ്പ്, പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഷാംപൂ, കോക്കനട്ട് ഓയിൽ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബാഗിനകത്ത് ഒരു പൗച്ചിനകത്താക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ ബ്ലീഡിങ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി പാഡ്സ് എടുത്തു വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പാൻറ്റീസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാൻറ്റീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കളയാൻ പറ്റും. നമ്മളെപ്പോഴും അത് വാഷ് ചെയ്ത്, ഇപ്പോൾ ബ്ലഡ് സ്റ്റെയിൻ ആയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളെപ്പോഴും അത് വാഷ് ചെയ്ത്, പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഡെലിവറി കഴിഞ്ഞ ആ ടൈമിൽ മാത്രമാണ് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നോർമലി അതൊരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതിയാവണം. പിന്നെ ഇനി ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം ഭയങ്കര വലിയ പാഡ് വേണം, അതായത് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും, അപ്പോൾ വലിയ പാഡ് വാങ്ങിക്കണം, അത് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എൻ്റെ ഫുൾ ലെങ്ത് വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു പാഡ്, ഭയങ്കര വലിയ മെറ്റേണിറ്റി പാഡിൻ്റെ കാര്യം. പക്ഷേ അതെനിക്ക് യൂസ്ഫുൾ ആയിരുന്നില്ലേ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഫുൾ ലെങ്ത് വീഡിയോയിൽ പറയുന്നുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതെന്തൊക്കെയാണ് കൊണ്ടുപോയേ, ഞാൻ എന്തൊക്കെയാണ് ചെയ്തേ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക്